ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മുടെ കർമ്മം, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് നമുക്കത് ആ കർമ്മം നമ്മൾക്ക് തിരിച്ച് കിട്ടുമെന്നാണ് എന്റെ പിതാവിനെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പാർട്ടിയിൽ തന്നെ തുടരും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നന്നായി പ്രവർത്തിച്ചിട്ടേ ഉള്ളൂ. എന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് അത്രയും ക്ലീൻ ആയിട്ടുള്ളതാണ് എന്നാണ് എനിക്ക് മാത്രമല്ല എന്നോടുള്ള എന്റെ പല വെൽവിഷേഴ്സും എന്റെ അടുത്ത് പല ദിവസങ്ങളായി പറയുന്നത്. എല്ലാവരും കൈവിട്ടല്ലോ, പിന്നെ സിമി എന്തുകൊണ്ട് തുറന്ന് പറയുന്നില്ല? എന്താണ് സിമിയുടെ അയോഗ്യത എന്ന് കേരള സമൂഹം മനസ്സിലാക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ ജില്ല വി ഡി സതീശന് ആരും എഴുതി കൊടുത്തിട്ടില്ലല്ലോ. അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഞാൻ പ്രവർത്തിച്ചിടുന്നേ ഇല്ലെന്ന് ആരെങ്കിലും പറയട്ടെ. കെ.സി. വേണുഗോപാൽ എന്ന എന്റെ സഹപ്രവർത്തകൻ, ഇന്ന് അദ്ദേഹം വലിയ പദവിയിലിരിക്കുകയാണ്. എങ്കിൽ പോലും ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന അദ്ദേഹത്തിന്റെ ഭാര്യ, അവര് HOD ആണ് ഡിപ്പാർട്ട്മെന്റ്, എനിക്ക് ഒരു കസേര കൊണ്ട് ഇട്ടുവരും. അത്രയ്ക്കും മാന്യതയോടുള്ള ഒരു പൊതുപ്രവർത്തകയാണ് ഞാൻ. തീർച്ചയായിട്ടും തിരുത്തലുണ്ടാവും. കാലചക്രം, കാലം എല്ലാത്തിനും മറുപടി പറയും. കാരണം ഞാൻ ഒരുപാട് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. ഞാൻ പാർലമെന്റിലൊക്കെ 25ാമത്തെ വയസ്സിൽ പോകേണ്ടതാണ്. കാരണം ഞാൻ ഇവിടെ റെക്കോർഡ് ഭൂരിപക്ഷത്തില് കൊച്ചിൻ കോർപ്പറേഷന്റെ 28 ഡിവിഷനായിരുന്നു അന്നത്തെ ജില്ല. റെക്കോർഡ് ഭൂരിപക്ഷം ആരും ഇന്നുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അത് മലയാള മനോരമയുടെ അന്ന് ഡിജിറ്റല് ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഏഷ്യാനെറ്റ് വന്നത്. ഏത് ഇയറെന്ന് ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും ഞാൻ പറയാണ്, ആ റെക്കോർഡൊന്നും ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാനൊക്കെ മത്സരിച്ചാല് ഏറ്റവും വലിയ രസം കേൾക്കണം, ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇരിക്കുമ്പോൾ ഒരു കാരണവശാലാതെ ഹൈബിയെ പിടിച്ച് MP ആക്കി, ഒരു കാരണമില്ലാതെ. എന്നിട്ട് വിനോദ് അന്ന് എന്നോട് എല്ലാ പത്രങ്ങളും ചോദിച്ചു വിനോദ് ആരാന്ന്. വിനോദ് സ്റ്റേറ്റിലെ ലീഡർഷിപ്പിലുള്ള ഒരാളല്ല, പക്ഷെ വിനോദിനെ സപ്പോർട്ട് ചെയ്തു. അവൻ നമ്മളെ അകറ്റി നിർത്താനുള്ള ഒരു വലിയൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടായിരുന്നു. ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമുള്ളൂ. വിനോദ് അല്ല, ആരും വന്നോട്ടെ. പക്ഷെ ഒരു വനിത ആയതുകൊണ്ട് ആ വനിതയോട് വിവേചനം കാണിക്കാൻ പാടില്ല. ഈ ജില്ലയിൽ ഒരു വനിതയ്ക്ക് സീറ്റ് കൊടുത്തില്ല. ഇല്ലേ, ഈ നമ്മുടെ മേയർ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഞാൻ ഇവിടെ MP ഒക്കെ താളത്തിന് തുള്ളാത്തത് കൊണ്ടാണ്, അതെന്റെ മൊബൈലിലുണ്ട്, താളത്തിന് തുള്ളാത്തതുകൊണ്ട് എന്നോട് മാറാൻ പറഞ്ഞ് ഞാൻ മാറിക്കൊടുത്തില്ല എന്ന്. വേറൊരാളുടെ പേരും കൂടി പറഞ്ഞൊരു നേതാവിനെ ഞാൻ പറയുന്നില്ല. അതൊന്നും അതെന്റെ മാന്യതയാണെന്ന് മാത്രം വിചാരിക്കുക. ഞാൻ ഈ മൊബൈൽ റെക്കോർഡ് പുറത്ത് വിട്ടാലുണ്ടല്ലോ പലതും സംഭവിക്കും. എന്റെ ജീവന് പോലും ചിലപ്പോൾ ഭീഷണി ഉണ്ടാവും. എന്നാലും ഞാൻ പറയുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും അന്തസ്സോടും അഭിമാനത്തോടുകൂടി പൊതുപ്രവർത്തനം നടത്താനുള്ള വഴി ഉണ്ടാവണം. ഞങ്ങളുടെ ആ കാലഘട്ടം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. ഇങ്ങനെ നേർവഴിയിലൂടെ അല്ലാതെ സ്ഥാനമാനങ്ങൾ നേടുന്നവർ നേടിക്കോട്ടെ, അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ആണ്. പണ്ടും രാജാക്കന്മാർക്ക് ഈ അമ്മച്ചി വീടുകളുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കുറെ പണവും കുറെ സ്വർണവും വീടും ഒക്കെ കൊടുക്കുമായിരുന്നു. ഇല്ലേ, ചരിത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്കത് മനസ്സിലാവും. പക്ഷെ അവരൊന്ന് രാജഭരണത്തിൽ ഇടപെടില്ലായിരുന്നു. രാഷ്ട്രതന്ത്രത്തിൽ അവര് ഇടപെടില്ലായിരുന്നു. അതായിരുന്നു രാജകാലത്തെ ആ ഭരണം. ഇന്ന് അതാണോ എന്ന് എല്ലാവരും ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. ഉറപ്പായിട്ടും. എന്താ സംശയം? ഈ KSUലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും മഹിളാ കോൺഗ്രസിലൂടെയും ഒക്കെ ഈ KPCCയിൽ വന്ന എത്ര വനിതകളുണ്ടെന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അവരുടെ ട്രാക്ക് റെക്കോർഡ്, ഞാൻ അവരെക്കുറിച്ചൊന്നും മോശം പറയുന്നില്ല. അവരൊക്കെ വലിയ വലിയ ലീഡേഴ്സിന്റെ ഗുഡ് ബുക്കിലുള്ള മഹനീയ വനിതകളാണ്. ഇപ്പൊ ഉമാ തോമസിനെതിരെ വോട്ട് ചെയ്തിട്ടെ അതിന്റെ ആ സ്ക്രീൻഷോട്ട് എടുത്ത് ദല്ലാൽ നന്ദകുമാർ EP ജയരാജന് അയച്ചു കൊടുത്തത്, ഇന്ന് അദ്ദേഹം EP ജയരാജൻ രാജിവെച്ചിട്ടുണ്ടല്ലോ, കൊടുത്തത് വെച്ചിട്ട് ആ നന്ദകുമാർ വെല്ലുവിളിച്ചു. നന്ദകുമാരൻ പഴയ KSUകാരനാണ്, PT ശിഷ്യനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദീപ്തി ഒരു മാനനഷ്ട കേസ് കൊടുത്തോടെ, ദീപ്തി മീഡിയ സെല്ലിന്റെ ചെയർപേഴ്സൺ അല്ലേ, ഞാൻ പറഞ്ഞത് വ്യാജമാണെങ്കിൽ എനിക്കും ജയരാജനെതിരെ ഒരു പാർട്ടി അവരെ സംരക്ഷിച്ചു. ഉമ്മാ തോമസ് എന്നോട് ഈ വിഷയം സംസാരിച്ചതാണ്, ഉമ്മാ തോമസ് MLA. അപ്പോൾ ചിലർക്ക് റിബലായി മത്സരിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാം, തിരിച്ചു വരാം, കൊച്ചിൻ കോർപ്പറേഷന്റെ ഭരണം നഷ്ടപ്പെടുത്താം, ഉമ്മാ തോമസിനെതിരെ വോട്ട് ചെയ്യാം, ജയരാജനോട് സംസാരിച്ച് സീറ്റ് അർപ്പിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ടും നമുക്ക് വിലക്കേർപ്പെടുത്തുന്നത് എന്ത് ധാർമ്മികതയാണ്? ഞാനൊന്നും മിണ്ടിയിട്ടില്ല ഇതുവരെ. പക്ഷെ ഇനിയിപ്പോ എന്റെ ഒരു കുലീനതയുടെ ഭാരം കൊണ്ട് ശബ്ദം പുറത്തു വരാത്ത ഒരു സ്ത്രീ ആവാൻ എനിക്ക് കഴിയില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഒരുപാട് റെസ്പെക്റ്റും സ്നേഹവും തന്ന ഉമ്മൻചാണ്ടി സാറുണ്ട്, രമേശിയുണ്ട്, KC ഉണ്ട്. എല്ലാവരുടെയും എന്താ പറയാ, ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ. എനിക്ക് 1-2 പേരിൽ നിന്ന് മാത്രമാണ് എന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത്. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. എന്താണ് കാരണം എന്ന് എനിക്കറിയണം. ഈ നന്ദകുമാറിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത്
ആരോപണം ശരിയായി എന്നതുകൊണ്ടാണ്? ആയിരിക്കാം, അല്ലെങ്കിൽ കൊടുക്കോളെ. ഞാനാണെങ്കിൽ കൊടുക്കും. എന്നെ കുറിച്ച് ഒരാൾ ഒരു വ്യാജ ആരോപണം ഉണ്ടാക്കി ഒരു ഫാൾസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അത് ടിവിയിൽ കാണിക്കുവാണെങ്കിൽ ഞാൻ കൊടുക്കും. അത് എന്റെ അന്തസ്സ്, എന്റെ അഭിമാനമാണത്. കൊടുക്കും. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ കണ്ടാൽ കിണ്ണൻ കട്ടിട്ടുണ്ടോ എന്നൊന്നും വിചാരിക്കില്ല ഞാൻ. മനസ്സിലായി? ഞാൻ ഇതുവരെ നിശബ്ദയായിരുന്നു. ഞാൻ സ്ഥാനമാനങ്ങളെക്കാൾ കൂടുതൽ എന്റെ പാർട്ടിയെ സ്നേഹിച്ചതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് പാർട്ടി നേതൃത്വം അത്തരത്തിലൊരു ആരോപണം വന്നിട്ടും അതിൽ മാനനഷ്ട കേസ് കൊടുക്കാനായിട്ട് ആ വ്യക്തിയോട് ആവശ്യപ്പെടായിരുന്നു? അത് നിങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കണം. കാരണം അദ്ദേഹത്തിന്റെ ജില്ലയാണല്ലോ. അദ്ദേഹത്തിന്റെ ജില്ലയിൽ അദ്ദേഹം തെരഞ്ഞെടുത്ത വനിതാ നേതാവാണല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം എം പിയോട് ചോദിക്കണം. അത് ചോദിക്കാം. ഈ ജില്ലയിൽ അദ്ദേഹം അറിയാതെ ഒരു ഇല്ലാന്നെങ്കിലെന്നാണ് KPCC പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഒരു KPCC പ്രസിഡന്റ് എന്ന് ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചായിരുന്നു.